5 ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് പറയുന്നുണ്ടല്ലോ. ഈ ഗ്യാരണ്ടി പറഞ്ഞ സ്റ്റേറ്റുകളുടെ അവസ്ഥ ഞാൻ പറയുകയാണ്. 8 വർഷക്കാലത്ത് ചില പെൻഷൻ്റെ കുടിശ്ശിക കൊടുക്കാറുണ്ടെന്നാണ് പത്രത്തിലെ വാർത്തകളാണ്. അപ്പോൾ നല്ല സാമ്പത്തിക സ്ഥിതിയിലുള്ള തെലങ്കാനയ്ക്ക് പോലും ഇവർ പറയുന്ന പ്രഖ്യാപനം അല്ലാതെ മാസങ്ങളായിട്ട് ഇപ്പോൾ ക്ഷേമ പദ്ധതികൾ ചിലർ പ്രഖ്യാപിച്ചു, മാസങ്ങളായിട്ട് കൊടുക്കുന്നേ ഇല്ല. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിനകത്തും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിനകത്തും ഇങ്ങനെ കൊടുക്കാതിരിക്കുന്ന ഒരു സ്ഥിതി സാധാരണ അധികമില്ല. അവിടെയൊക്കെ PSC അപ്പോയിൻമെൻറ്റ് നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നുമില്ല. എന്നിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലെ സ്ഥിതി ഇതാണ്. പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല, ക്ഷേമ പദ്ധതികളുടെ പൈസ കൊടുക്കുന്നില്ല. ഹിമാചൽ പ്രദേശിൽ ശമ്പളം വെട്ടി കുറച്ച് 30% കുറച്ചിരിക്കുന്നു. ഇത് കോൺഗ്രസിൻ്റെ മോഡലാണ്. ആ മോഡൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പശ്ചാത്തലത്തിലാണ് അവർ പറയുന്നത് കേരളത്തിൽ ഇത് മൊത്തം കുഴപ്പമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ ധനകാര്യ വർഷത്തെ, കഴിഞ്ഞ ധനകാര്യ വർഷത്തിലെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച സ്ഥിതിയെ സംബന്ധിച്ച് പറയാനാണ് വിളിച്ചത്. ഇപ്പം മാർച്ച് 31 നമ്മുടെ ഗവൺമെൻറ് വന്നിട്ട് 5 വർഷം ആവുകയാണ്. 5 വർഷം എന്ന് പറഞ്ഞാൽ മാർച്ചുകളാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വന്ന് പുതിയ ഗവൺമെൻറ് വരുന്നത്. അപ്പോൾ ഈ മാർച്ച് 31 വളരെ ക്രിട്ടിക്കലാണ് ഏത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്. ഈ മാർച്ച് 31 2025-26 സാമ്പത്തിക വർഷത്തെ 2025-26 സാമ്പത്തിക വർഷത്തെ പണമിടപാടുകൾ മാർച്ച് 31 നമ്മൾ ക്ലോസ് ചെയ്തു. എല്ലാ പേയ്മെൻറ്റുകളും കൃത്യമായി കൊടുത്തു തീർക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സംസ്ഥാനത്തിൻ്റെ ആകെ പദ്ധതി ചെലവ്, ഞാനിത് ബഡ്ജറ്റ് വിങ്ങിൽ നിന്ന് എടുത്ത കണക്കുകളാണ് പറയുന്നത്, ആകെ പദ്ധതി ചെലവ് 106.46%. ഇപ്പോൾ 2 തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം വന്നൊരു ഘട്ടമാണ്. അപ്പോൾ ഈ സാധാരണഗതിയിൽ ചെലവുകൾ കുറച്ച് കുറയും, നിയന്ത്രണങ്ങൾ വരും. എന്നിട്ട് ഈ ചെലവ് നമുക്ക് നേരിടാൻ പറ്റി അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റി എന്നുള്ളതൊരു റെക്കോർഡ് തന്നെയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ചെലവ് 78.12% ഇപ്പോൾ വന്നിട്ടുണ്ട്. 78.12. പക്ഷേ അവർക്ക് ഒരു കുറച്ച് പണം കൂടി കൊടുക്കാനുള്ള ലാസ്റ്റ് ഗഡു കൊടുക്കുന്നതിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുവാദം നമ്മൾ ചോദിച്ചിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിയോടുകൂടിയേ അത് കൊടുക്കാൻ പറ്റൂ. 2000 കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ ലാസ്റ്റ് ഗഡു കൊടുക്കേണ്ട തുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുവാദം കിട്ടിയാൽ നമുക്ക് ഇപ്പോൾ ഈ പുതിയ വർഷമായി എന്നുള്ളത് പ്രശ്നമല്ല, ഉടൻ തന്നെ ആ പണം കൊടുക്കാൻ പറ്റും. അതുകൂടെ വരുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ചെലവ് 98% ഉയരും. സാധാരണ സ്പിൽ ഓവർ എന്നാണ് പറയുക. ടെക്നിക്കലി സ്പിൽ ഓവർ, ഈ വർഷത്തെ തുക അടുത്ത വർഷത്തേക്ക് കൊടുക്കുന്നതിന് സ്പിൽ ഓവറായിട്ട് അനുവദിക്കാൻ പറ്റുന്നതാണ് സാധാരണഗതിയിൽ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുവാദം വന്നാൽ അത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാനത്തെ പദ്ധതി ചെലവ് 24,723 കോടി രൂപയാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞ കണക്കനുസരിച്ച് 7,199 2000 കൂടെ വരുമ്പോൾ അത് 9,000 ആവും. ഇത് രണ്ടും കൂടെ ചേർത്ത് ഇപ്പോൾ 31,922 കോടി രൂപ ചിലവാക്കി. ഇതാണ് പ്രാഥമിക കണക്ക്. ഇനി അവസാനത്തെ കണക്ക് വരുമ്പോൾ ഇതിൻ്റെ എല്ലാം തുക ഉയരും. എല്ലാ കണക്കുകളും നോക്കുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ ഈ വർഷത്തെ കണക്കുകൾ ഓരോന്നിനും ഡീറ്റെയിൽസിൻ്റെ ലിസ്റ്റ് ഞാൻ തരാം. പക്ഷേ സർക്കാർ പണം ചെലവഴിക്കുന്നില്ലെന്നും സാമ്പത്തിക വർഷത്തെ കണക്കുകൾ നോക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം വെട്ടിക്കുറയ്ക്കുമെന്നൊക്കെയുള്ള പ്രചരണമാണല്ലോ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ 5 വർഷം ആകുമ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ആദ്യം ഞാൻ ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് സാമ്പത്തികമായി വലിയ പ്രതിസന്ധി വരും, ഇത് അടച്ചുപൂട്ടുമെന്നൊക്കെ എന്ന് വലിയ തോതിൽ പ്രതിപക്ഷം മാത്രമല്ല പുതിയ സാമ്പത്തിക വിദഗ്ധന്മാരും പറഞ്ഞിരുന്നു. തൊട്ടു മുമ്പത്തെ ഗവൺമെൻറ്, 1ാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ വർഷം പുതുതായിട്ട് ശമ്പള കമ്മീഷൻ്റെ ഉൾപ്പെടെ ബാധ്യതകൾ വന്നു. ആ ശമ്പള കമ്മീഷൻ്റെ ബാധ്യതകൾ വന്നതിൻ്റെ, അല്ലെങ്കിൽ അത് സാധാരണഗതി വരുന്നതാണ്, ശമ്പള കമ്മീഷൻ്റെ ചിലവ് ബാക്കി ചിലവൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വലിയ ചിലവ് 30,000 കോടിയാണ് ഒറ്റയടിക്ക് കൂടിയത്. ആ ഖജനാവി പൂച്ച വിറ്റ് കിടക്കുകയാണ് നിരന്തരമായി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഈ കണക്കുകളൊന്ന് പറയാമെന്ന് വെച്ചത്. ഇപ്പോൾ നമ്മൾ 2024-25 23-24 ഒക്കെ പദ്ധതി ചെലവിനേക്കാളും കൂടുതൽ പദ്ധതി ചെലവിനേക്കാൾ 2023-24 ചെലവ് 80% 24-25% അതിനേക്കാളും കൂടുതലായി. അപ്പം മുൻവർഷത്തേക്കാൾ അതിനുള്ള പദ്ധതി എന്നുള്ളതാണ് പൊതുവിൽ പ്ലാനിൻ്റെ കാര്യം. 2025-26 അന്തിമ കണക്കുകൾ നോക്കും. അന്തിമ കണക്കെന്ന് പറഞ്ഞാൽ ഇത് പ്രിലിമിനറി കണക്കാണ്. CNDG ഒക്കെ നോക്കി കഴിയുമ്പോൾ കുറച്ചുകൂടെ വർദ്ധിക്കും. ഇപ്പോൾ 1,90,90,00,000 1,90,000 കോടിക്കടുത്ത് 1.9 1,90,000 കോടിക്കടുത്ത് നമ്മുടെ വാർഷിക ചെലവ് വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി കണക്കുകൾ വരുമ്പോൾ അത് 1.92 നമ്മുടെ റിവൈസ്ഡ് ബഡ്ജറ്റിനകത്ത് പറഞ്ഞ പോലെ 1,92,000 കോടിയോ 1,93,000 കോടിയായിട്ട് എത്തിച്ചേരാനാണ് സാധ്യത. അത്രയും വലിയ തുക ചിലവാക്കി. കഴിഞ്ഞ വർഷം 1,73,000 കോടിയായിരുന്നു. അവിടുന്നാണ് ഇത്രയും വരുന്നതെന്നുള്ളത് ആ ഒരു വർധന നമുക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ശരാശരി എല്ലാ വർഷവും നല്ലതുപോലെ സാമ്പത്തിക ചെലവ് വർദ്ധിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ മാർച്ച് മാസത്തിൽ മാത്രം
ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 21,000 കോടി രൂപയിലധികം ചിലവായിട്ടുണ്ട്. ഫൈനൽ കണക്കുകൾ കിട്ടേ ഉള്ളൂ, ഇന്നലെ വൈകിട്ടത്തെയാണ്. ഇതിനകത്ത് ഈ 2 ക്ഷേമ പെൻഷൻ പോയത് ഉൾപ്പെടെ ഇത് വരില്ല. കാരണം ക്ഷേമ പെൻഷൻ്റെ കമ്പനി വഴിയാണ് പോയേക്കുന്നത്. ആ കണക്കൂടെ അക്കൗണ്ടിങ് സിസ്റ്റം അനുസരിച്ച് ഇത് വരേണ്ടതാണ്. പക്ഷേ ഇതിപ്പോൾ ട്രഷറിയിൽ നിന്ന് ഇന്നലെ പോയത് കൊണ്ടാണ്. അക്കൗണ്ടിങ് സിസ്റ്റം അനുസരിച്ചിട്ട് ഈ ക്ഷേമ പെൻഷൻ്റെ കമ്പനിയിൽ നിന്നാണ് അത് പോകുന്നതെന്നുള്ളതുണ്ട്. അപ്പോൾ 2 മാസം എന്ന് പറയുമ്പോൾ അതൊരു 2,600 കോടി രൂപ വേറെ വരും ഇത് കൂടാതെ. പിന്നെ ഈ 2,000 കോടി ഇപ്പോൾ സ്പിൽ ഓവർ ഞാൻ പറഞ്ഞില്ലേ, അതോടെ വരുവാണെങ്കിൽ 26,000 കോടിയിലധികം ഈ മാർച്ച് മാത്രം വരത്തകത്തിലേക്ക് സ്പെൻഡിങ് വന്നിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ആകെ വരുമാനത്തിൻ്റെ ഒരു സ്ഥിതി നോക്കുമ്പം നമ്മുടെ വരുമാനം, നികുതി വരുമാനം മാത്രം നമുക്ക് 81,000 കോടിയിലധികമായിട്ട് വരുമെന്നാണ് കണക്കാക്കുന്നത്. എന്തായാലും നികുതിയിതര വരുമാനമായിട്ട് 1,00,000 കോടിയിലധികം വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റി. ഇത് ലോകത്തിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. GST നിരക്കിലെ പരിഷ്കരണങ്ങൾ കാരണം വരുമാനം ബാധിച്ചു. റഷ്യ, ഉക്രൈന്, മധ്യേഷ്യയിലെ യുദ്ധങ്ങൾ, ട്രംപിൻ്റെ ട്രേഡ് താരിഫ്, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കിടക്കുന്ന സമയത്താണ് ഈ സംഭവം നമുക്ക് ഇത്ര എത്തിക്കാൻ പറ്റിയത്. അടുത്ത വർഷത്തേക്കുള്ള, അതായത് ഈ വർഷത്തേക്കുള്ള ബഡ്ജറ്റിനകത്ത് പ്രഖ്യാപിച്ചേക്കുന്ന തുകയും അതിൻ്റെ ചെലവുകളും നമുക്ക് കൃത്യമായി നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. ഇനി പഴയ കണക്കുകൾ നോക്കുമ്പോൾ 2011-16 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരു വർഷം ശരാശരി എത്രയായിരുന്നു ചിലവെന്നുള്ളത് നോക്കുന്നത് നല്ലതാണ്. 68,028 കോടി രൂപയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് ഒരു വർഷത്തെ ശരാശരി ചിലവ്. 68,028 കോടി രൂപ. അത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് 1.15 ലക്ഷം കോടി രൂപയായിട്ട് ഉയർന്നു ശരാശരി 5 വർഷത്തെ കണക്കെടുക്കുമ്പോൾ. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഈ വർഷത്തേക്കൂടെ കണക്ക് വരുമ്പോൾ അത് 1.72 ലക്ഷം കോടിയായിട്ട് വർദ്ധിച്ചു. അപ്പോൾ ഏകദേശം ഒരു 57,000 കോടി തൊട്ട് മുമ്പത്തെ 5 വർഷത്തെ ശരാശരിയേക്കാളും വർദ്ധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഈ സമയത്ത് വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വന്നതെന്ന് നമുക്കറിയാമല്ലോ. 50,000 കോടി ശരാശരി ഒരു വർഷം നമുക്ക് കിട്ടേണ്ട നികുതി വരുമാനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ഷെയറിൽ തന്നെ കുറഞ്ഞു. കടമെടുക്കുന്നതിൻ്റെ പരിധിയിൽ 5 വർഷം കൊണ്ട് 1.25 ലക്ഷം കോടി രൂപ കുറഞ്ഞു. ഇങ്ങനെയുള്ള കുറവൊക്കെ വന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാനിത് പറയുന്നത്, ഇത്രയും ഒരു കാര്യം ചെയ്തിട്ട് 5 വർഷക്കാലം ധനകാര്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ചു, കൊട്ടാരക്കരയുടെ MLAയും സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഈ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയേണ്ടതാണ് എന്നുള്ളതുകൊണ്ട് ഇന്ന് ട്രഷറി അടച്ചു പൂട്ടുമെന്നുള്ള നിരന്തരമായ കാര്യം കടക്കണിയിലാണെന്നുള്ള കാര്യം, കടക്കണിയിലല്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഫിസ്ക്കൽ കൺസോൾട്ടേഷൻ്റെ ധനകാര്യ കാര്യങ്ങളിലെ മെച്ചപ്പെടേണ്ട കാര്യത്തിൽ കേരളം വളരെയേറെ മുന്നിൽ വന്ന് CAGയും പറഞ്ഞു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കും പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ സ്ഥിതി ഉണ്ടെങ്കിൽ പ്രതിപക്ഷം ഇപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് നമുക്ക് ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ പൂർണ്ണമായി കൊടുത്തു തീർക്കാൻ കഴിഞ്ഞു. 2-3 മാസക്കാലം ഇടയ്ക്ക് ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഒരു തടസ്സം വന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. വളരെയേറെ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ ഈ ധനകാര്യ വകുപ്പിനുണ്ടാകുന്ന ഈ പ്രഷർ. ഫൈനാൻഷ്യൽ പ്രഷർ സത്യത്തിൽ വ്യക്തിപരമായ ആരോഗ്യത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന കാര്യമാണ്. അത്രയേറെ പ്രഷറുള്ളൊരു വകുപ്പാണ് ധനകാര്യ വകുപ്പ്. ആ ധനകാര്യ വകുപ്പ് 5 വർഷക്കാലം ഈ മാർച്ചൂടെ കഴിഞ്ഞോടുകൂടി 5 വർഷക്കാലം വളരെ നന്നായിട്ട് എല്ലാ കാര്യങ്ങൾക്കും പണം ചെലവാക്കാൻ പറ്റി എന്ന് മാത്രമല്ല, നമ്മൾ ഈ വർഷം മാത്രം പെൻഷന്, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന് കൊടുത്തത് 13,684 കോടിയാണ്. 5 വർഷക്കാലം കൊണ്ട് സർക്കാർ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷന് ചിലവാക്കിയത് 51,534 കോടി രൂപയാണ്. ഇത്രയും തുക നമുക്ക് 5 വർഷം കൊണ്ട് ചിലവാക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കിഫ്ബി ആകെ ചിലവാക്കിയതിനേക്കാളും കൂടുതൽ തുക എന്ന് പറഞ്ഞാൽ കിഫ്ബിയുടെ വർക്കുകൾ ഏറ്റെടുത്തേക്കുന്ന 1,10,000 കോടിയാണ്. കിഫ്ബി ആകെ സ്പെൻഡ് ചെയ്തേക്കുന്ന തുകയേക്കാളും കൂടുതൽ 5 വർഷം കൊണ്ട് സാമൂഹ്യക്ഷേമ പെൻഷന് മാത്രം സർക്കാർ കൊടുത്തു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് 34,000 കോടിയാണ് കൊടുത്തത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് 9,000 കോടിയാണ് കൊടുത്തത്. അവിടെ നിന്നാണ് നമ്മൾ ഈ 51,500 കോടിയിലേക്ക് വർദ്ധിച്ചത്. ഇത് പിന്നെ ഈ ഒരു മേഖലയെ മാത്രമല്ല, ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നേക്കുന്ന ചിലവുകളുടെ എല്ലാം കണക്ക് ഇതിനകത്തുണ്ട്. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഈ മാസം മുതൽ അവർക്ക് പുതുക്കിയ ഏറ്റവും ഇതുവരെ പ്രഖ്യാപിച്ച DAയുടെ ഉൾപ്പെടെ എല്ലാ തുകയും ചേർത്തിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു മാസം ഒരു 500 കോടിയോളം രൂപയുടെ, 490 കോടി രൂപയുടെ അധിക ചിലവ് ഒരു മാസം വരും. ശമ്പളം, പെൻഷൻ, അതിപ്പോൾ നമ്മൾ അനുവദിച്ചു തുടങ്ങി. ഈ മാസത്തെ ശമ്പളത്തോടു കൂടി കിട്ടി. വീട്ടമ്മമാരുടെ 1000 രൂപ പ്രതിമാസ സഹായം കൊടുക്കുന്നതിനും 323 കോടി രൂപ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ മേഖലയിലും പണം ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളത് പറയുകയും, സംസ്ഥാനത്ത് ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും നന്നായി, സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ എല്ലാ വകുപ്പുകളെയും ബാധിക്കുന്ന, എല്ലാ ജില്ലകളെയും ബാധിക്കുന്ന, എല്ലാ മണ്ഡലങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങൾ എടുക്കുന്നതാണ്. എല്ലാ നിയോജകമണ്ഡലങ്ങളിലും വികസനത്തിന് ആവശ്യമായ പണം കൊടുക്കുവാനും ഒരു പണവും പെൻഡിങ് ഇല്ലാതെ ആകെ ഉള്ള പണം DAയുടെ കുടിശ്ശിക കൊടുക്കാൻ, DADR കുടിശ്ശിക കൊടുക്കാനുള്ളത് മാത്രമാണ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് 8 ഗഡുവായിട്ട് കൊടുക്കും. അതിൻ്റെ പണം മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു തുകയും കടവില്ലാതെ മുൻപ് ഏത് കാലത്തേക്കാളും മോശമല്ലാതെ മെച്ചപ്പെട്ട തരത്തിലേക്ക് ധനകാര്യ സ്ഥിതി എത്തിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഞങ്ങളിപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ, നമ്മുടെ പുതിയ വർഷത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ കാഷ് ബാലൻസ് 4,066 കോടി രൂപയുണ്ട്.
ത്തിലായിരിക്കും എന്നുള്ളതാണല്ലോ സാധാരണഗതിയിൽ വിചാരിക്കുക. അവിടെ 4000-ലധികം കോടി രൂപ പോസിറ്റീവായിട്ടാണ് നമ്മൾ ഈ സാമ്പത്തിക വർഷത്തെ കാര്യങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. എല്ലാ മേഖലയിലും പണം കൊടുത്തിരിക്കുന്നത് ബഡ്ജറ്റ് വെച്ചേക്കുന്നതിനേക്കാൾ അധികമാണെന്നുള്ളതാണ് ഇതിന് പ്രത്യേകത. ബഡ്ജറ്റ് വെക്കുന്ന കൊടുക്കാനുള്ള കമ്മിറ്റ്മെൻറ്റാണ് സാധാരണ ധനകാര്യ വകുപ്പിനുള്ളത്. ഇപ്പോൾ കാരുണ്യ ആരോഗ്യ പദ്ധതിക്ക്, സുരക്ഷാ പദ്ധതിക്ക് 918 കോടി രൂപയാണ്. നമ്മൾ അതിനേക്കാൾ 218 കോടി രൂപ അധികം കൊടുത്തു. നമ്മുടെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് 756 കോടി രൂപയാണ് ആകെ ചിലവാക്കിയത്. 400 കോടിയേ ഉള്ളൂ ബഡ്ജറ്റ്. ഇപ്പോൾ ഏകദേശം ഇരട്ടിയോളം തുക അതിനകത്ത് കൊടുത്തു. റേഷൻ സബ്സിഡിക്ക് വെച്ചിരിക്കുന്ന തുകയെക്കാളും 100 കോടി അധികം കൊടുത്തു. KSRTCക്ക് ബഡ്ജറ്റിൽ 1039 കോടി രൂപ ഉള്ളത്. അത് 1626 കോടി രൂപ, 563 കോടി രൂപ അധികമായി കൊടുത്തു. ജൽജീവൻ മിഷൻ ഇടയ്ക്ക് വലിയൊരു പ്രതിസന്ധി വന്നായിരുന്നു. കേന്ദ്രം പൈസ തരുന്നില്ല, ഇപ്പോഴും തരുന്നില്ല. അവർ തരാമെന്ന് പറഞ്ഞിട്ടാണ് വലിയ തുക പകുതി അവർ തരാമെന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. അത് അവസാനം പൈപ്പെല്ലാം കുഴിച്ചിട്ട് പണം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതിന് കഴിഞ്ഞ വർഷം 3000 കോടി നമ്മൾ നൽകി. അതിൽ നിന്ന് ആകെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയത് 560 കോടിയാണ്. ശരിക്കും കിട്ടേണ്ടത് കിട്ടിയില്ല, അതും കൊടുത്തു തീർത്തു. ഇങ്ങനെ ഓരോ മേഖലയിലും കൊടുക്കുന്ന പണത്തെ പറ്റിയുള്ള കണക്കുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ജനങ്ങളോട് ഈ സന്തോഷ വാർത്ത അറിയിക്കേണ്ടത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചത്. കാരണം ഇപ്പോഴും ഈ പദ്ധതി ചെലവ് വെട്ടിച്ചുരുക്കെന്നും ഇവിടെ ആകെ സാമ്പത്തികമായ ബാധ്യതയാണെന്നൊക്കെ പ്രതിപക്ഷ നേതാവ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ട്രഷറിയിൽ നിന്ന് ലേറ്റസ്റ്റായ കണക്കുകളും ബഡ്ജറ്റിൻ്റെ കണക്കുകളും വെച്ച് ഈ കാര്യങ്ങൾ പറയേണ്ടതാണ്. അപ്പോൾ ഇത് ഓരോ മേഖലയിലും ഉണ്ട്. ഇപ്പോൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് തന്നെ കയ്യിൽ നിന്ന് അധികം കൊടുത്തേക്കുന്ന തുകയുണ്ട് 517 കോടി. കൊച്ചി മെട്രോയ്ക്ക് ബജറ്റ് വിഹിതത്തിന് 289 കോടിയാണെങ്കിൽ കൊടുക്കേണ്ടി വന്ന 1227 കോടി. ഇങ്ങനെ ഓരോ മേഖലയിലും ഈ പ്ലാനിൻ്റെ പുറത്തുള്ളത് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പെൻഷൻ വെച്ച് 1600 2000 ആക്കിയതിന് ശേഷം കൊടുക്കുന്ന തുകയുടെ വലിയ വർധന വന്നു. അതുൾപ്പെടെ എല്ലാം കൊടുത്തു തീർത്തു. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വിളിച്ചത്. കാരണം സംസ്ഥാനാടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന നിലയിൽ പറയേണ്ട ഒരു പത്രസമ്മേളനമാണ്. സംസ്ഥാനാടിസ്ഥാനത്തിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വിളിക്കേണ്ടി വന്നു. അപ്പോൾ ഈ വളരെ നന്നായി 5 വർഷക്കാലവും ധനകാര്യ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ പറ്റി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ജനങ്ങളോടുള്ള ഒരു ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. ഇനിയായാലും ഒരു ഗവൺമെൻറ്, ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് വരുന്ന സാഹചര്യത്തിൽ വന്നാൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് സാമ്പത്തികമായി ഞാനീ പറഞ്ഞ പോലെ പോസിറ്റീവ് തന്നെയാണ് കൊണ്ട് കണക്കുകൾ അവസാനിപ്പിച്ചേക്കുന്നത്. ആ കുഴപ്പമാണെന്ന് പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി 2 ആഴ്ച മുമ്പ് കേന്ദ്ര ധനകാര്യമന്ത്രിയെ സന്ദർശിച്ചിരുന്നു. അവർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആകെ അവരുടെ സംസ്ഥാനത്തിൻ്റെ GSDPയുടെ 46% വരെ ഇപ്പോൾ കടമാണെന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ള പ്രശ്നമാണ്. അതിന് സഹായം അഭ്യർത്ഥിച്ച വന്നത്. അവർക്ക് സഹായം കൊടുക്കണമെന്ന് എൻ്റെ അഭിപ്രായം. അവർക്ക് മാത്രമല്ല, കേരളം പോലുള്ള സംസ്ഥാനങ്ങളോട് ഇവർ കാണിക്കുന്ന വിവേചനം തെറ്റായതാണ്. തെറ്റായ കാര്യങ്ങൾ വന്നിട്ട് ഇവിടെ പ്രസംഗിക്കുകയാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസവും ചില പരാമർശങ്ങൾ നടത്തി. കേരളം എന്തായാലും അക്കാര്യത്തിനകത്തൊന്നും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായില്ല. അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി വരെ കേസിനൊക്കെ പോയത്. പക്ഷേ ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ സ്ഥിതി എന്താണെന്ന് അറിയുമോ? ഹിമാചൽ പ്രദേശിൽ അവിടെ ശമ്പളം കൊടുക്കാനായിട്ട് പൂർണ്ണമായി ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. ശമ്പളം കൊടുക്കേണ്ടതിനകത്ത് 30% കട്ടിങ് തീരുമാനിച്ചിരിക്കുന്നു. ഹിമാചൽ പ്രദേശ് സ്റ്റേറ്റിലെ ശമ്പളത്തിന് 30% കട്ടിങ് തീരുമാനിച്ച് ശമ്പള പരിഷ്കരണം നടത്താതിരിക്കുമ്പോഴാണ് കേരളത്തിലെ കാര്യത്തെപ്പറ്റി ഒരു കുറ്റം പറയുന്നത്. കേരള മോഡലാണ്, ഹിമാചൽ പ്രദേശിലെ മോഡലാണ് ഞാനീ പറഞ്ഞത്. ഇത് ഞാൻ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതല്ല. എൻ്റെ കയ്യിലുള്ളത് തെലങ്കാന ടുഡേ എന്നുള്ള പത്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സ്റ്റേറ്റുകളിലൊന്നാണ് തെലങ്കാന. തെലങ്കാനയിൽ പ്രൊട്ടസ്റ്റ് സൂയിസൈഡ്സ് മൗണ്ട്സ് ആസ് തെലങ്കാന ഗവൺമെൻറ് ഫെയിൽസ് ടു പേ സാലറീസ് പെൻഡിങ് പേയ്മെൻറ്റ്സ്. അവർ കഴിഞ്ഞ ഇലക്ഷനകത്ത് 5 ഗ്യാരണ്ടി പ്രഖ്യാപിച്ച സ്ഥലമാണ്. പെൻഷൻ പറ്റുന്ന ആടെ പെൻഷൻ ആനുകൂല്യം സർക്കാരിൽ, ഞാൻ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങളിലല്ല, സർക്കാരിൽ പെൻഷൻ പറ്റുന്ന സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് അവിടെ വളരെ വലിയ സമരം നടക്കുകയാണ്. വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നു. എന്ന് മാത്രമല്ല, കോടതി ഇക്കാര്യത്തിൽ ഇടപെടുന്നു, ക്യാറ്റ് ഇടപെടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇത് ഒരു മേഖല മാത്രമല്ല. വാസ്തവത്തിൽ വേറൊരു വാർത്ത പറയുന്നത് അവർ 8 വർഷമായിട്ട് ചില മേഖലകളിലെ പെൻഷൻ്റെ ഡ്യൂസ് കൊടുത്തിട്ടില്ല എന്നാണ്. തെലങ്കാന ഹൈക്കോടതി സെറ്റ്സ് 9th April as ഡെഡ്ലൈൻ ഫോർ ക്ലിയറൻസ് ഓഫ് റിട്ടയർമെൻറ്റ് ഡ്യൂസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ്. ഹൈക്കോടതിയുടെ ഡയറക്ഷനാണ്. 5 ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് പറയുന്നുണ്ടല്ലോ. ഈ ഗ്യാരണ്ടി പറഞ്ഞ സ്റ്റേറ്റുകളുടെ അവസ്ഥ ഞാൻ പറയുകയാണ്. ഇത് ഇപ്പം പെൻഷന് മറ്റു കൊടുക്കുന്നില്ലെങ്കിൽ ക്യാറ്റ് പറയുന്ന വേറെ ചില വർഷങ്ങൾ 8 വർഷക്കാലത്ത് ചില പെൻഷൻ്റെ കുടിശ്ശിക കൊടുക്കാറുണ്ടെന്നാണ് പത്രത്തിലെ വാർത്തകളാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശ് പോലല്ല, നല്ല സാമ്പത്തിക സ്ഥിതിയിലുള്ള തെലങ്കാനയ്ക്ക് പോലും ഇവർ പറയുന്ന പ്രഖ്യാപനമല്ലാതെ മാസങ്ങളായിട്ട് ഇപ്പോൾ ക്ഷേമ പദ്ധതികൾ ചിലർ പ്രഖ്യാപിച്ചു, മാസങ്ങളായിട്ട് കൊടുക്കുന്നേയില്ല. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിനകത്തും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിനകത്തും ഇങ്ങനെ കൊടുക്കാതിരിക്കുന്ന ഒരു സ്ഥിതി സാധാരണ അധികമില്ല. അവിടെയൊക്കെ PSC അപ്പോയിൻമെൻറ്റ് നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നുമില്ല. എന്നിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിലെ സ്ഥിതി ഇതാണ്. പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല, ക്ഷേമ പദ്ധതികളുടെ പൈസ കൊടുക്കുന്നില്ല. ഹിമാചൽ പ്രദേശിൽ ശമ്പളം വെട്ടി കുറച്ച് 30% കുറച്ചിരിക്കുന്നു. ഇത് കോൺഗ്രസിൻ്റെ മോഡലാണ്.
ആ മോഡല് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പശ്ചാത്തലത്തിലാണ് അവർ പറയുന്നത് കേരളത്തിൽ ഇത് മൊത്തം കുഴപ്പമാണ് എന്ന് പറയുന്നത്. കേരളത്തിലെ കണക്ക് ഞാനിപ്പോൾ പറഞ്ഞതനുസരിച്ചിട്ട് ഇവിടെ ഈ കാര്യങ്ങളിലൊന്നും ഇതുവരെ കുടിശ്ശിക വന്നില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ ഈ സാമ്പത്തിക വർഷം അവസാനിപ്പിച്ചതും പോസിറ്റീവായിട്ടാണ്. ഇത് ഒരു ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് പ്രത്യേകം പറയേണ്ടതാണ്. അപ്പോൾ ഈ നാട്ടിൻ്റെ കാര്യം ഉത്തരവാദിത്വം കൊട്ടാരക്കരയ്ക്കും നാടിനും ഇവിടുത്തെ MLA എന്ന നിലയിലുള്ള പ്രവർത്തനവും സംസ്ഥാനത്തെ പ്രവർത്തനവും ഒക്കെ അഭിമാനകരമായി നിർവഹിച്ചു. ഇത് കുഴപ്പത്തിലൊന്നും ആയില്ല, കുഴപ്പത്തിലാവുമെന്ന് പറഞ്ഞതുപോലെ ആയില്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചായത്തിന്റെ പദ്ധതി മാറ്റിവെക്കുന്നതിലും അവരുടെ വലിയ കാലതാമസം പറയുന്നത് യഥാർത്ഥത്തിൽ അത് കൊടുത്തിരുന്നു. 2150 കോടി രൂപ കൊടുക്കാനുണ്ട്. ഞാനിവിടെ പറഞ്ഞത് ആ ഒരു ഗഡു കൊടുക്കാനുണ്ടെന്ന് തന്നെയാണ്. ആ ഒരു ഗഡു ഡിസംബറിൽ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ സാധാരണഗതിയിൽ നമ്മൾ മാർച്ച് മാസത്തിലാണ് അത് കൊടുക്കുക. എനിക്ക് 5 വർഷത്തെ അറിയാം, അതിനുമ്പും അങ്ങനെ തന്നെയാണ്. ഈ മാർച്ച് മാസത്തിൽ ഇപ്പോൾ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ ആ സമയത്ത് വലിയ പേയ്മെൻറ്റുകൾ പുതുതായിട്ട് കൊടുക്കുന്നതിന് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട്, ഞാൻ ഇലക്ഷൻ ആയതുകൊണ്ട് അവിടുത്തെ ഡെയിലി കാര്യങ്ങളുടെ ഇടപെടുന്നില്ല, നിങ്ങൾക്കറിയാം. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് തന്നെ അനുവാദം ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവാദം തന്നു കഴിഞ്ഞാൽ അത് കൊടുക്കാം. സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയാലും സ്പിൽ ഓവർ എന്ന് പറയുന്ന കാര്യം, ഈ പണം ബില്ലും ഒക്കെ വരുന്ന സ്പിൽ ഓവർ വെച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അനുവാദം കിട്ടിയാൽ അപ്പം തന്നെ സ്പിൽ ഓവർ എന്ന നിലയിൽ തന്നെ ഇത് കൊടുക്കാൻ പറ്റും. ആ പണം ഉൾപ്പെടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബാലൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ കാഷ് ബാലൻസ് അതുകൂടെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ആ പണമുണ്ട്. സ്പിൽ ഓവർ എന്ന നിലയിൽ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ പണം കൊടുക്കാൻ പറ്റും. ആ ഗഡു ലാസ്റ്റിലെ ഗഡു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചിട്ടുണ്ട്, അത് സ്പിൽ ഓവർ എന്ന നിലയിൽ കൊടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ്. 4606 നോക്കണ്ട, 4000 കോടി പോസിറ്റീവിലാണ് പിരിഞ്ഞതെന്ന് പറഞ്ഞാൽ മതി. അല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കല്ല, വേറെയും പലതും കൊടുക്കാനൊക്കെ കാണുമല്ലോ. പക്ഷേ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം നമ്മൾ മൈനസിലാണോ? മൈനസ് ആവാനും പറ്റും. കാരണം ഞങ്ങൾക്ക് ഈ ഇത്ര മൈനസ് വരെ ആവാനുള്ളൊരു പ്രൊവിഷനുണ്ട് ഫിനാൻസിന്. ഇത്രായിരം കോടി വരെ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് അല്ലാതുള്ള അഡീഷണൽ ഡ്രോയിങ് പവേഴ്സ് ഉണ്ട്. ആ അഡീഷണൽ ഡ്രോയിങ് പവേഴ്സ് ഉപയോഗിക്കാതെ തന്നെ ഞങ്ങൾ പോകാൻ പറ്റിയെന്നുള്ളത് ചെറിയ കാര്യമില്ല. ഫിനാൻസ് നോക്കുമ്പോൾ ഞങ്ങൾക്കൊരു 10-10000 കോടിയുടെ ലിവറേജ് എക്സ്ട്രാ ഉണ്ട് ഇപ്പോൾ. ആ കാര്യമാണ് അതിനകത്ത് പറയുന്നത്. അതായത് പറഞ്ഞ ഫിനാൻസ് സാധാരണ നോക്കുമ്പോൾ ഈ എക്സ്ട്രാ ലിവറേജ് കിട്ടുന്നതൊക്കെയാണ്. അപ്പം നമ്മൾ ഈ ഒരു പ്രശ്നം ചോദിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, അതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ അനുവാദം ചോദിച്ചിരിക്കുന്നു. അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്പിൽ ഓവറായിട്ട് ഉണ്ട്, അനുവാദം ചോദിച്ചിട്ടുണ്ട്. സ്പിൽ ഓവറായിട്ട് പിന്നെ കൊടുക്കാൻ പറ്റും. അതേ പറഞ്ഞത് അത് സാധാരണഗതി സ്പിൽ ഓവറായിട്ട് കൊടുക്കാൻ പറ്റും. അത് സ്പിൽ ഓവറായിട്ട് ആ പണം അവർക്ക് കൊടുക്കും. ബാക്കി മുഴുവൻ ട്രഷറിയിലുണ്ടായിരുന്ന ബാക്കി മുഴുവൻ ക്യൂവും എന്ന് പറഞ്ഞാൽ മുഴുവൻ ബില്ലുകളും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതെല്ലാം പ്രതിപക്ഷം പറയുന്നതാണല്ലോ. ഇത് കഴിഞ്ഞ 5 വർഷക്കാലത്ത് എനിക്കറിയാം, ഈ 5 വർഷക്കാലവും ഇതുപോലെ സ്പിൽ ഓവറും ഒക്കെയാണ്. പ്രതിപക്ഷം ഭരിക്കുന്ന സമയത്തെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല, 10, 40, 50% വരെ കൊടുത്ത സമയമുണ്ട്. ഇതങ്ങനല്ല. ഈ വർഷവും ഞങ്ങൾ പ്ലാനിനകത്ത് കൂട്ടി തന്നെയാണ് തദ്ദേശ സ്ഥാപനം കൊടുക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള ലാസ്റ്റ് ഗഡു സ്പിൽ ഓവറായിട്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് പറ്റും. ഏപ്രിലിൽ തന്നെ വേണമെങ്കിൽ കൊടുക്കാം, അനുവാദം വന്നാൽ കൊടുക്കാൻ പറ്റും. പ്രതിസന്ധിയില്ല. നിങ്ങൾ പിന്നെ ചില കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയാതെ കൊടുക്കാൻ പാടില്ല. ആ അനുവാദം കിട്ടിയാൽ കൊടുക്കാം, പ്രതിസന്ധിയില്ല, അത് കൊടുക്കാവുന്നേ ഉള്ളൂ. അല്ല, അതിനകത്ത് ഒരു പ്രതിസന്ധിയില്ല. അതിൻ്റെ ഇരട്ടി പൈസ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഏപ്രിൽ മാസം ഞങ്ങൾക്ക് ഇനി കൂടുതൽ, ഏപ്രിൽ മാസം എന്ന് പറയുമ്പോൾ എന്താ, മാർച്ച് മാസം വരെയുള്ള പണം തീർന്നു കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ പുതിയ പണം വരുമല്ലോ. ഞാൻ മന്ത്രിയാവുന്നതിന് തൊട്ട് മുമ്പ് GST നടപ്പിലാക്കിയ സമയത്ത് 14.5 റവന്യൂ ന്യൂട്രൽ റേറ്റ്. എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ വിലയുള്ള സാധനത്തിന് 14 രൂപ ടാക്സ്. അത് അവിടുന്ന് ഇവർ പല സമയത്തായിട്ട് കുറച്ച് ഏറ്റവും ഒടുവിൽ ആർബിട്രറി ആയിട്ട് ഏകപക്ഷീയമായിട്ട് അവർ കാര്യങ്ങൾ ആലോചിക്കാതെ കുറച്ചതിൻ്റെ ഭാഗമായി അതൊരു 9% കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ നേരത്തെ കിട്ടുന്ന ടാക്സിനേക്കാൾ അത്രയും കുറഞ്ഞു. സ്റ്റേറ്റുകളെ ബാധിക്കും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ കഴിഞ്ഞ മാസത്തെ, ഈ മാസത്തെ കണക്ക് ഇന്ന് കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. കഴിഞ്ഞ മാസത്തെ കണക്കിൽ ഇന്ത്യയിലെ 1, 2, 3 സംസ്ഥാനങ്ങളിലെ ചെറിയൊരു ഗ്രോത്തെങ്കിലും ഉള്ളൂ. അതിലൊന്ന് കേരളമാണ്. അതുപോരാന്നാണ് ധനകാര്യമന്ത്രി എന്ന എൻ്റെ അഭിപ്രായം. കാരണം 14% ഉണ്ടാകുന്നിടത്തും 9%-ലേക്ക് ടാക്സ് അവർ കുറയ്ക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നമുണ്ട്. പക്ഷേ ആ ഗ്രോത്ത് ഇന്ത്യയിലെ 2-3 സ്റ്റേറ്റ് ഉള്ളതിൽ നമുക്കാണ്. ഇനി 47,000 കോടി ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ധനകാര്യമന്ത്രി ആവുന്ന വർഷത്തെ ടാക്സ്, നികുതി വരുമാനം. നോൺ ടാക്സ് 7,000. ഈ വർഷം അത് 1,00,000-ന് മേളിലേക്ക് എത്തുമെന്നുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത്. ആ വർദ്ധിച്ചത് കൊണ്ടാണ് കേന്ദ്രം ഇത്രയും കട്ട് ചെയ്തിട്ട് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ശരിയല്ല എന്ന് പറയാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും നന്നായി നടത്തുന്ന, ഏറ്റവും വലിയ ടാക്സ് കിട്ടുന്ന, വലിയ വരുമാനവും ബിസിനസ് കേന്ദ്രമായിട്ടുള്ള തെലങ്കാനയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞെന്ന്. അവിടെ പെൻഷൻ പറ്റിയ ആളുകൾക്ക്, സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ ആനുകൂല്യം കൊടുക്കാത്തതുകൊണ്ട് നടക്കുന്ന സമരം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പരസ്യമൊക്കെ കൊടുക്കുന്ന, ഇന്നും കേരളത്തിൽ വന്നിട്ട്
പത്രസമ്മേളനത്തിൽ എന്തൊക്കെയോ പറഞ്ഞ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ആ ഗവൺമെൻറ് കാര്യമാണ്. തെലങ്കാനയിലെ ഹൈക്കോടതി പറഞ്ഞേക്കുന്നു ഏപ്രിൽ 9 റിട്ടയർമെൻറ്റ് ഡ്യൂസ് കൊടുക്കണമെന്ന്. അല്ല DA കൊടുക്കണമെന്ന്, റിട്ടയർമെൻറ്റ് ഡ്യൂസ് കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്. അതാണ് തെലങ്കാനയിലെ. ഹിമാചൽ പ്രദേശിലെ ശമ്പളം 30% കട്ട് ചെയ്തു. ചീഫ് സെക്രട്ടറി മുതലുള്ളവരുടെ ശമ്പളം കട്ട് ചെയ്തു. അപ്പോൾ ഈ കോൺഗ്രസ് ആണല്ലോ ഈ ഗ്യാരണ്ടി പറയുന്നത്. ഈ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യം പറഞ്ഞാൽ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ അവിടെ നടത്തുന്നില്ലേ? ആ സ്റ്റേറ്റിനെയൊക്കെ ബാധിക്കുന്നതിനേക്കാളും കൂടുതൽ സാമ്പത്തികമായിട്ട് നമ്മളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി ഉൾപ്പെടെ ഇത്രയും കാര്യങ്ങൾ PSC അപ്പോയിൻമെൻറ്റ് ഇത്രയും നടത്തുന്ന ഇവിടെ ഉള്ളൂ. ഇത് നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്നുള്ള ഒരു കാര്യം കോൺഗ്രസ് അംഗീകരിക്കണ്ട. കാരണം അവർക്ക് അംഗീകരിക്കാൻ പറ്റും. എന്നാൽ അത് വസ്തുതയാണ്. അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനം ഇല്ലാത്ത ഞാൻ പറയുന്നത്. ഇല്ല, പഞ്ചാബിൻ്റെ കാര്യം അങ്ങനെ അവർ പറയുന്നില്ല കേട്ടോ. കർണാടകത്തിൽ എനിക്കറിയാം. ഞങ്ങൾ ഈ സ്ഥിരമായി മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ ധനകാര്യമന്ത്രിമാരെല്ലാം ചർച്ച ചെയ്യാറുണ്ട്. 8 സ്റ്റേറ്റിലെ ധനകാര്യമന്ത്രിമാർ ഒരുമിച്ച് ഇത് സംബന്ധിച്ച് പ്രത്യേക യോഗം ചേർന്ന സമ്മേളനമൊക്കെ നടത്തിയല്ലോ. അപ്പോൾ പൊതു ഫിനാൻഷ്യൽ കാര്യങ്ങളിലും ടാക്സ് കാര്യങ്ങളിലും ഞങ്ങൾക്ക് പലതിലും യോജിപ്പുണ്ട്. കർണാടകത്തിലും കഴിഞ്ഞ മാസം ഈ പറഞ്ഞ ഇൻകം കുറഞ്ഞു. കർണാടകത്തിലും കഴിഞ്ഞ പ്രാവശ്യം ഈ പുതിയ ടാക്സ് ഈ റേറ്റ് വന്നതിന് ശേഷം കുറഞ്ഞു. അപ്പോൾ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിലൊന്നും അമിതമായിട്ടുള്ള ഈ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിലല്ല, ഈ റേറ്റുകളുടെ കാര്യത്തിൽ വന്ന മാറ്റം വഴി വലിയ പ്രശ്നം വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് തെലങ്കാനയിലെയാണ് ഫിനാൻഷ്യൽ പൊസിഷൻ്റെ ഇപ്പോൾ വന്നേക്കുന്ന വാർത്തകളാണ് ഞാൻ കാണിച്ചത്. ഹിമാചൽ പ്രദേശിലെ വാർത്തകൾ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ അപ്പോയിൻമെൻറ്റ് തന്നെ കാര്യമായി നടക്കുന്നില്ല. കിട്ടുന്ന അപ്പോയിൻമെൻറ്റിന് ശമ്പളത്തിൻ്റെ പ്രശ്നം വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇത് പക്ഷേ ഞാൻ കോൺഗ്രസ് ഭരിക്കുന്ന ആ സ്റ്റേറ്റിനെ കുറ്റപ്പെടുത്താനൊന്നും അല്ല ഇത് പറഞ്ഞത്. ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്ത് കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തിക നയങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളെ കോൺഗ്രസ് പാർട്ടി വളരെ സങ്കുചിതമായി കേരളത്തിനെ ഒന്ന് ഉപദ്രവിക്കാൻ വേണ്ടി ഇതൊക്കെ പറയാവുന്ന തരത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അവർ പാർലമെൻറ്റിൽ പോലും വേണ്ടത്ര ഗൗരവത്തോട് ഇത് കാണുന്നില്ല. അവർ ഇവിടുത്തെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു ന്യായമാണ്. അതുകൊണ്ടാണ് അവർ ഭരിക്കുന്ന തെലങ്കാനയിലെയും അതുപോലെ ഹിമാചൽ പ്രദേശിലെയും ഈ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞത്. പക്ഷേ ഈ പ്രതിപക്ഷ സ്റ്റേറ്റുകളോട് കാണിക്കുന്നൊരു സമീപനമുണ്ട് കേന്ദ്രത്തിൻ്റെ. GST വന്നതിന് ശേഷം ഏകപക്ഷീയമായി വന്ന ടാക്സിൻ്റെ കുറവുണ്ട്. അതൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ പറഞ്ഞ 5 ഗ്യാരണ്ടി ഉണ്ടല്ലോ, ആ ഗ്യാരണ്ടിയുടെ കാര്യം ഇതാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. അല്ല, LDF ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2000 കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രകടന പത്രികയിൽ ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് കാര്യങ്ങളിലേക്ക് പോകും. ഇപ്പം കൊടുക്കാവുന്ന കാര്യമാണ്. നേരത്തെ 600 രൂപ ഉണ്ടായിരുന്ന സമയത്ത് 30 ലക്ഷം പേർക്ക് കൊടുക്കുന്ന സമയത്ത് 18 മാസം വരെ പല ക്ഷേമ പെൻഷനും കൊടുക്കാതിരുന്ന ഒരു മുന്നണിയാണ് UDF എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പറയുന്നത് അവർ പറയാറുണ്ട്, പക്ഷേ ചെയ്യാറില്ല. അത് ജനങ്ങൾക്ക് നല്ലപോലെ അറിയാം. KSRTC ബസ് ഓടാതെ നമ്മളവിടെ KSRTC ഉൾപ്പെടെ പെൻഷൻ മുഴുവൻ നമ്മൾ കൊടുക്കുന്ന സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ വന്നു. ശമ്പളത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ കൊടുക്കുന്ന സ്ഥലത്തിലേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നടത്തുന്ന ഒരു സ്ഥിതിയുണ്ട് കേരളത്തിൽ. അപ്പോൾ അവർ പറയുന്നത് വെറും ഈ അന്നേരത്തെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി എന്തെങ്കിലും പറയുക, യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ പറയുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ഇതിനകത്ത് എടുക്കുന്ന നിലപാട്. ഇവിടെ ഞാൻ എല്ലാ കൃത്യമായ കണക്കുകളും വെച്ച് ഇന്നലത്തെ ബഡ്ജറ്റ് വിങ്ങിൽ നിന്ന് എടുത്ത ട്രഷറിയിൽ നിന്ന് എടുത്ത ഫൈനൽ കണക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. കാഷ് ബാലൻസ് എന്ന് പറഞ്ഞാൽ കാഷ് ബാലൻസ് ഇത്രയുണ്ട് എന്ന് പറയുന്നത് CNTG നോക്കുന്ന കണക്കാണല്ലോ. ഞാൻ പറയുന്നതല്ലോ, സ്വന്തമായി പറയുന്നതല്ലോ. അപ്പോൾ അത്രയും നന്നായിട്ട് 5 വർഷക്കാലത്തെ കാരണം ഏറ്റവും കൂടുതൽ ആക്രമണം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വകുപ്പ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ്. എപ്പോഴും പ്ലാൻ കിട്ടുന്നില്ല, അത് കൊടുക്കുന്നില്ല, ഇത് കൊടുക്കുന്നില്ല. ഓരോ വർഷം അവർ പറയും ഇപ്പം വീഴും, ഇപ്പം അടച്ചു പൂട്ടും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അടച്ചു പൂട്ടിയില്ല, ഇതെല്ലാം കൊടുത്തു എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്നുള്ളത് ആണ് പറഞ്ഞത്. പത്രപ്രവർത്തകർക്ക് ഉൾപ്പെടെ ആ മേഖലയിൽ ഉൾപ്പെടെ കൊടുക്കാനുള്ള പരസ്യത്തിൻ്റെ തുക കഴിഞ്ഞും എക്സ്ട്രായും കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് പത്രക്കാരായ നിങ്ങളിരിക്കുന്നുള്ളൂ. പത്രത്തിൻ്റെ മേഖലയിൽ പോലും ഒരു പ്രതിസന്ധിയുണ്ട്. ഈ വർഷങ്ങളിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു. പ്രധാന പത്രങ്ങൾ ഉൾപ്പെടെ സാധാരണഗതിയിൽ ഇത്രയും പ്രതിസന്ധിയില്ല. പല സാമ്പത്തിക രംഗത്തെ പ്രശ്നങ്ങൾ കാരണമാണ്. അതിന് കൊടുക്കേണ്ട തുക കഴിഞ്ഞിട്ട് 50% എക്സ്ട്രായും കൂടി ഞങ്ങൾ അധികമായിട്ട് കൊടുത്തു. ഇനിയും കാരണം പത്രങ്ങൾ നിലനിൽക്കേണ്ട വലിയ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തു തന്നെയാണ് പോയിട്ടുള്ളത്. ഈ കമ്പനികൾ ചെയ്യുന്നത് അന്ന് ഞങ്ങൾ ഈ അപകടം പറഞ്ഞാണ്, ടാക്സ് കുറച്ചാൽ അത് ബെനിഫിഷ്യറി ഒരിക്കലും കസ്റ്റമർ ആകത്തില്ല. അത് പതുക്കെ സാധനങ്ങളുടെ വില കൂട്ടും. ഇപ്പോൾ 20% 10% ആക്കുമ്പോൾ 100 രൂപയുടെ സാധനത്തിന് 90 രൂപയ്ക്ക് കിട്ടണം. പക്ഷേ അത് 100 രൂപയുടെ സാധനം 90 രൂപയ്ക്ക് കിട്ടുന്നില്ല. ഇത് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. ഇത് ഇപ്പോഴും ആ പ്രശ്നം നിൽക്കുകയാണ്. പറഞ്ഞു അല്ല, ഞാൻ ഒന്നാമത്തെ ആ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം വിശദമായി പറയാവുന്നത് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിലാണ്. കാരണം ഞാനിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെട്ട് നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ കാര്യം അറിയാം. പക്ഷേ നേരത്തെ ഇവരിത് വർഗീയത നല്ലതുപോലെ ഉപയോഗിച്ച് അമിതമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതും വ്യക്തികളുടെ വോട്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. അമിതമായി വർഗീയത പറഞ്ഞ ആ സമയത്ത് ചെയ്ത കാര്യങ്ങളെ പറ്റിയാണ് അന്ന് പറഞ്ഞിരുന്നത്. ആ കാര്യം UDF എന്നെടുത്ത നിലപാടാണ്. UDFൻ്റെ ആ നിലപാടിനെ പറ്റിയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അതിൻ്റെ വിവാദങ്ങളെ പറ്റിയൊന്നും പറയാൻ അത്രയും കാര്യങ്ങൾ നോക്കുന്നില്ല. സത്യത്തിൽ
ഇത് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ വന്നതാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തേണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. മറ്റു കാര്യങ്ങളെ പറ്റിയുള്ള രാഷ്ട്രീയ കാര്യങ്ങളെ പറ്റി എല്ലാ കാര്യങ്ങളും പറയാൻ ഞാനിപ്പോൾ ഈ സമയം എടുക്കുന്നില്ല. കാര്യം നിങ്ങൾക്കറിയാം, തെരഞ്ഞെടുപ്പിനകത്ത് ഇപ്പം തന്നെ ഇത് കഴിഞ്ഞാൽ പോയിട്ട് നേരെ സ്വീകരണത്തിൻ്റെ വണ്ടി കയറേണ്ടതാണ്. അവിടെ നിന്നാണ് ഈ ഒരു വിഷയമായതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ സംസാരം ആർക്കുണ്ടാകും എനിക്കറിഞ്ഞൂടാ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞ അന്ന് ഒരു മന്ത്രിയാവും ധനകാര്യമന്ത്രിയാവും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. 5 വർഷം കഴിഞ്ഞ് ഇപ്പം നല്ല സംതൃപ്തി ഉണ്ട്. പക്ഷേ വളരെ വലിയ മാനസികമായ ടെൻഷനിൽ കൂടെ കടന്നുപോയ നാളുകളായി ധനകാര്യ വകുപ്പിൻ്റെ. ഓരോ വർഷവും പുതുതായി പൈസ വെട്ടിക്കുറയ്ക്കുക കേന്ദ്രം. ഇപ്പം കിഫ്ബിയുടെ പേരിൽ ഒരു വർഷം ഏകദേശം 10,000 കോടിയാണ് ഇപ്പം നമ്മുടെ റെഗുലർ എക്സ്പെൻഡിച്ചറിൽ നിന്ന് പോകുന്നത്. എന്നാൽ പഴയ എടുത്ത കടം അതിന് മൊത്തം പിടിക്കും. ഇങ്ങനെ ഈ വർഷം 6,000 കോടി രൂപയാണ് അവസാനത്തെ 3 മാസം നമ്മൾ വെട്ടിക്കുറച്ച്. അപ്പോൾ ഇങ്ങനെല്ലാം വെട്ടിക്കുറച്ചിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. അത് എത്തിക്കാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കേരളം ഫിനാൻഷ്യലി കുറച്ചുകൂടെ സ്ട്രെങ്തൻഡായി. 2 കാര്യങ്ങൾ ഞാൻ പറയാം. വിഴിഞ്ഞം തുറമുഖം 1 രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖം കേരളത്തിൽ നിർമ്മിച്ചതിൻ്റെ 70%, 75% സംസ്ഥാനം തന്നെത്താണ് നിലവാക്കിയത്. കൺസ്ട്രക്ഷൻ കമ്പനി അദാനി കുറച്ച് പാർട്ടേ ഉള്ളൂ അവരത് ചെയ്താൽ മതി. അതിന് മുഴുവൻ പണം കണ്ടെത്തി കൊടുത്തത് കേരളത്തിലെ ഗവൺമെൻറ്റാണ്. ധനകാര്യ വകുപ്പാണ് അതിനെ ലീഡ് ചെയ്തത്. അപ്പോൾ ആ വിഴിഞ്ഞം പോർട്ട് അത്രയും വലുതല്ലേലും ചൂരൽമല ദുരന്തത്തിൻ്റെ കാര്യത്തിൽ 1 രൂപ കിട്ടിയില്ലല്ലോ. ബഡ്ജറ്റിനകത്ത് നമ്മൾ പറഞ്ഞു 750 കോടി മാറ്റി വെച്ചു. ആ ചൂരൽമലയിൽ നമ്മൾ ആ വലിയ ദുരന്തമുണ്ടായ സ്ഥലത്ത് അതിന് പരിഹാരം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പണം മാറ്റി വെക്കുന്നു. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷേ കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ചെയ്യും. അത് ചെയ്തു. ആ ചൂരൽമല ദുരന്തം ഇതെല്ലാം ധനകാര്യ വകുപ്പ് കൃത്യമായ ആ കാര്യങ്ങളിൽ സാധാരണ റുട്ടീനായുള്ള എക്സ്പെൻഡിച്ചറിന് അപ്പുറം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു. അത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഇതുപോലെ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഓരോന്നും പൂർത്തിയായി വരുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തിയുണ്ട്. വലിയ സംതൃപ്തിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ സാധാരണഗതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കേൾക്കുന്നതാണല്ലോ. അങ്ങനെ കേൾക്കുന്നില്ലല്ലോ, നിങ്ങൾ നോക്കുന്നതാണല്ലോ. അങ്ങനെ പൊതുവിലല്ലോ. അത് സാമ്പത്തിക വിദഗ്ധരാണോ അല്ലയോ എന്നുള്ളതൊന്നും ആരും അങ്ങനെ പറഞ്ഞ് നിൽക്കുന്നില്ല. പക്ഷേ സാമ്പത്തിക സ്ഥിതി എല്ലാവരും, ഞാൻ ചോദിക്കട്ടെ, ഈ ജനങ്ങളുടെ ഇടയിൽ സാമ്പത്തിക കാര്യം അറിയുന്നവർ തന്നെയാണ് മന്ത്രിമാരാടുന്നത്. ഇപ്പോൾ സി അച്യുതമേനോൻ, ഒന്നാമത്തെ ധനകാര്യമന്ത്രി, അദ്ദേഹം ബൈ പ്രൊഫഷൻ അദ്ദേഹം വക്കീലാണ്. രാഷ്ട്രീയത്തിൻ്റെ അനുഭവമാണ്. ഇത് ഏതൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏതൊക്കെ എത്തിക്കുക എന്നുള്ളതാണ്. ആ പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്നതായിരിക്കും പൊതുരാഷ്ട്രീയക്കാർ ആരായിരുന്നു എൻ്റെ അഭിപ്രായം. നല്ലപോലെ ഉത്തരവാദിത്വം വന്നാണ്. ഏറ്റവും തോമസ് ഐസക്ക് മാത്രമാണ് അദ്ദേഹം എക്കണോമിസ്റ്റ് എന്ന നിലയിലുള്ളതാണ്. അതിന് മുമ്പ് CK മാണി, ഉമ്മൻചാണ്ടി സാറ് കുറച്ചു കാലം ഇതിൻ്റെ ചുമതല വെച്ചിട്ടുണ്ട്. പത്മരാജൻ വക്കീൽ ധനകാര്യമന്ത്രിയായിരുന്നു. PK കുഞ്ഞ്. അപ്പോൾ അങ്ങനെ ചുമതലയായാലും ഞാൻ പറഞ്ഞ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പം ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ശമ്പള പരിഷ്കരണം വന്നു. കേന്ദ്രം വലിയ തോതിൽ നമ്മളെ വല്ലാതെ ഞെരുക്കുന്നു. ഈ സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്. ആ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നുള്ള ആശങ്ക എനിക്കും ഉണ്ടായിരുന്നു, പത്രങ്ങൾക്കുണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്ക ജനങ്ങളെല്ലാം ഒരുമിച്ച് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ധനകാര്യ വകുപ്പിലെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ നല്ല ടീമായി വർക്ക് ചെയ്ത് ടാക്സസ് വകുപ്പിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ചെയ്ത് കൃത്യമായി വരുമാനം വരുന്നതിനനുസരിച്ച് ചെലവ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി ചെയ്തു പോയതുകൊണ്ടാണ് എല്ലാം ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത്രയും അതേ പറഞ്ഞ 1 ലക്ഷത്തി ഇപ്പോൾ ഈ വർഷത്തെ ഞങ്ങളുടെ എക്സ്പെൻഡിച്ചർ 1,95,000 കോടിയെങ്കിലും എത്തും. അത് ഈ അവസാനം അവരുടെ ഈ കേന്ദ്രത്തിന് മൊത്തം വെട്ടിക്കുറക്കത്തിലേക്ക് 2 ലക്ഷത്തിന് മേളിൽ പോയേനെ. അത് എത്തിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ വർഷത്തെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് ഓരോ വർഷവും അല്പാൽപ്പം മെച്ചപ്പെട്ട് വന്നു. കേന്ദ്രത്തിൻ്റെ ഓരോ വർഷത്തെ കട്ടിങ് വന്നത് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഒരു 2.5 ലക്ഷം കോടിയിലേക്ക് എക്സ്പെൻഡിച്ചർ എത്തിക്കാൻ പറ്റിയത്. അത്രയും കാര്യങ്ങൾ വന്നിട്ടും അത് മന്ത്രിമാരുടെ കാര്യം ധനകാര്യമന്ത്രിയോട് തന്നെ ചോദിക്കാൻ കൊള്ളാമോ? ഇപ്പം ഞാൻ ഒരു സാധാരണ ഈ മേഖലയിലെ എക്സ്പീരിയൻസ് ആയി വരുന്ന ഒരാളാണ്. എനിക്കിപ്പം എല്ലാവരെ പറ്റി വിലയിരുത്താനെന്ന് പറഞ്ഞോളാം. ധനകാര്യമന്ത്രി എന്ന നിലയിൽ എന്നെ ഏൽപ്പിച്ച ചുമതല ഞാൻ പരമാവധി കാര്യമായിട്ട് നടത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ഏറ്റവും കടുപ്പമേറിയ ഒരു കാലഘട്ടത്തിലാണ്. ഇത്രയും കടുപ്പമുള്ളൊരു കാലഘട്ടത്തിൽ ധനകാര്യമന്ത്രിയായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു പരീക്ഷണമായിരുന്നു. സാമ്പത്തിക സ്ഥിതിയിൽ മൊത്തം സർക്കാർ സംവിധാനങ്ങൾ വേണ്ട എന്നും സർക്കാർ സിസ്റ്റം വേണ്ട എന്നും ഒരു സമീപനം വരുന്നു. വലിയ തോതിൽ ആർബിട്രറി ആയിട്ട് ഏകപക്ഷീയമായിട്ട് സംസ്ഥാനം കൊടുക്കുന്ന പണം വെട്ടിക്കുറയ്ക്കുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഫിനാൻസ് കമ്മീഷൻ ഈ റവന്യൂടെ ഇങ്ങനെയൊക്കെയുള്ള കൈകാര്യം ചെയ്തു പോയത്. ആ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് നമ്മൾ നിന്നത്. വളരെ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് നല്ലത്. അതൊക്കെ പിന്നീടാണ്. ഇതിപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ അല്ല, ഈ മാർച്ച് 31 കാര്യമല്ലേ പറയുന്നത്. കേരളത്തിൻ്റെ പൊതുകടം 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ട് ഈ കേരളത്തിലെ ഒരു 25-30 വർഷത്തെ കണക്കുകൾ നോക്കിയാൽ, അല്ലെങ്കിൽ അതിന് മുമ്പോട്ട് നോക്കിയാൽ, ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മുടെ കടത്തിന് 5 വർഷം കഴിഞ്ഞപ്പോൾ എത്ര % നിങ്ങൾ കൂട്ടിക്കോളൂ. അത്
2,96,000 കോടിയായി ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാനം. ചിലപ്പോൾ ഇതിനകത്ത് 5,000-3,000 വ്യത്യാസം കാണുമോ, ഓർമ്മയെന്ന് പറയുക. ആ തുക സാധാരണ 2,96,000 ആയത് സാധാരണഗതിയിൽ 6 ലക്ഷം കോടിയോ 5,90,000 കോടിയോ ആവണ്ടേ. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ എത്ര ആയെന്നറിയോ? 4,80,000 താഴെയാണ്. അപ്പോൾ 1,20,000 കോടി സാധാരണഗതിയിൽ നേരത്തെ കിട്ടേണ്ട ബോറോയിങ്ങിൻ്റെ സ്പേസ് കുറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആ സ്പേസ് കുറഞ്ഞു. അതോടൊപ്പം തന്നെ GST മറ്റു കാര്യങ്ങൾ ഗ്രാൻഡ് എല്ലാം കൂടെ കുറഞ്ഞു. ഇത്രയും കുറഞ്ഞിട്ടും നമ്മൾ ആ 50,000 കോടി അധികം പ്രതിവർഷം ഉണ്ടായ കുറവിനെ കവർ ചെയ്തത് നമ്മൾ ആഭ്യന്തര വരുമാനം വർദ്ധിച്ചു. അപ്പോൾ കടം വർദ്ധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സാധാരണ 90%, 100% ഓരോ 5 വർഷം കഴിയുന്ന വർദ്ധിക്കുന്നതിന് പകരം 60% ഇന്ത്യൻ ശരാശരിയില്ല, അത് കൂടുതലല്ല, ശരാശരി പല സ്റ്റേറ്റുകളെക്കാളും ബെറ്ററാണ്. നമ്മളെക്കാളും പുറകിൽ 19 സ്റ്റേറ്റുകളുണ്ട് പൊതുവിൽ ഈ കടത്തിൻ്റെ കണക്ക് നോക്കിയാൽ. റിസർവ് ബാങ്കിൻ്റെ കണക്കാണ് ഞാനിപ്പോൾ. നേരത്തെ ആകെയുള്ള നമ്മുടെ കടം 39% വരെ പോയിരുന്നു. നമ്മുടെ ആകെ GSDPയുടെ 39% ആയിരുന്നു കടം. അതിപ്പോൾ കുറഞ്ഞ് 34% കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ല, ഇപ്പോഴത്തെ സ്ഥിതിയിൽ കിഫ്ബിയുടെ കടം കൂടി സ്റ്റേറ്റിൻ്റെ കടത്തിനകത്താണ് വരുന്നത്. ഞാൻ ധനകാര്യമന്ത്രി ആവുന്ന തൊട്ട് മുമ്പത്തെ വർഷം വരെ 2022 വരെ ഐസക്ക് ആ മന്ത്രിയായിരുന്നു. ആ സമയത്ത് കിഫ്ബി എടുത്ത ലോണൊന്നും സംസ്ഥാനത്തിൻ്റെ കടപരിധി വരുമായിരുന്നില്ല. അതിനുശേഷമാണ് ഇവർ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്നൊരു തത്വമൊക്കെ കൊണ്ടുവന്ന് കിഫ്ബി എടുത്ത പണം നമ്മുടെ കടമായിട്ട് വന്നു. അങ്ങനെയാണ് ഈ വർഷവും നമുക്ക് 6,000 കോടി, തൊട്ട് മുമ്പത്തെ വർഷം പ്രതിവർഷം 4,130 4,730 കോടി രൂപ കിഫ്ബിയും പെൻഷൻ കമ്പനി എടുത്തതിൻ്റെ പേര് നമുക്ക് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിഫ്ബിയുടെ കടവും കൂടി നമ്മുടെ കടത്തിൽ തന്നെ വരുന്നത്, അല്ലാതെ ഓവർ ആൻഡ് എബോവ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ നല്ല പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ്. മറ്റു കാര്യങ്ങളും ഇല്ലല്ലോ. ഇപ്പോൾ കിഫ്ബിയുടെ കടം നമ്മുടെ കടം തന്നെയാണ്. കിഫ്ബി പ്രത്യേകം ഇതിന് പുറത്തല്ല, ഏറെക്കുറെ അല്ല മൊത്തം കൊടുത്തു. ഇപ്പൊ ഈ വിഷുവിന്റെ അഡ്വാൻസ് അതെല്ലാ രഹസ്യങ്ങളും പറയത്തില്ലല്ലോ. അല്ല, അതിനകത്ത് വേറെ ഒന്നുമില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്ത് പോകുന്നതല്ലാതെ കണക്കിനകത്ത് രഹസ്യമൊന്നും പറയാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് ചെയ്തു പോകുന്നു.